പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാകും, വീട്ടിലെ പൂച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടും. ഇപ്പോ ചിന്തിച്ചിട്ടല്ലോ വന്നല്ലോ എന്ന മട്ടിലാകും നമുക്ക് മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുക. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് ഹൗ ഡീപ്ലി എ കാറ്റ് ഈസ് അറ്റ്യൂൺഡ് ടു അസ്. അറ്റ്യൂൺഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് പൂച്ചയെ നമ്മൾ വളർത്തുമ്പോൾ നമ്മളും അവരുമായിട്ടുള്ള മാനസിക വ്യാപാരം ഏകതാളത്തിലാക്കി എന്ന്. പക്ഷെ ഇതിനൊരു സയന്റിഫിക് വിവരണം വേണമല്ലോ. നമ്മൾ പൂച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ 3 കാര്യം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്നാണ് സയൻസ് പറയുന്നത്. ഒന്ന്, ബ്രീത്തിങ് പാറ്റേൺ ഷിഫ്റ്റായി. നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒരു പ്രത്യേക താളത്തിൽ ആകുന്നുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ ആകാംക്ഷ, അന്വേഷണം, ഇവയ്ക്ക് തത്തുല്യമായ ബോഡി സെന്റ് വന്നു കഴിഞ്ഞു. ഈ നേരിയ ശബ്ദവും ഈ ഹോർമോൺ ചേഞ്ചിലെ വ്യത്യാസവും പൂച്ച ഓൾറെഡി പിടിച്ചെടുത്തു കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ബോഡി ലാംഗ്വേജിലുള്ള വ്യത്യാസമാണ്. നമ്മളൊന്ന് ഏന്തി വലിഞ്ഞ് നോക്കുകയോ കഴുത്ത് വെട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഈ പൂച്ച എവിടെ